ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്രാൻക്ലിസ് ലെക്ചേഴ്സ്. അപ്പം ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന നിങ്ങളുടെ S5-ലെ PCECT 503 സബ്ജക്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണിത്. ഈ സബ്ജക്റ്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, അതേപോലെ ഈ സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം, ഇൻറ്റേർണൽ മാർക്ക് എത്രയാണ്, എക്സ്റ്റേണലിന് നിങ്ങൾ എത്ര മാർക്കിന് പരീക്ഷ എഴുതണം, എത്ര സമയം കൊണ്ട് എഴുതണം, പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണുള്ളത്, ഏതൊക്കെ റെഫറൻസ് ബുക്കുകളാണുള്ളത്, പിന്നെ ഓരോ മൊഡ്യൂളും നമുക്ക് 4 മൊഡ്യൂളാണല്ലോ 2024 റിവിഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ 4 മൊഡ്യൂളുകളിൽ ബേസിക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നൊരു ഇൻട്രൊഡക്ഷൻ മാത്രം. പിന്നെ റെഗുലർ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അടുത്ത ഒരു വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് റെഗുലർ ക്ലാസ് കിട്ടുക കേട്ടോ. യെസ്, സോ നമുക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കോഴ്സിനെ പറ്റിയുള്ള വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ. കോഴ്സ് കോഡ് എന്ന് പറയുന്നത് PCECT 503 ആണ്. കോഴ്സ് നെയിം കൺട്രോൾ സിസ്റ്റംസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് എക്സ്റ്റേണൽ മാർക്ക് നിങ്ങൾ ഓൾറെഡി റിവിഷനിൽ വന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്കറിയാം. 40 മാർക്കാണ് ഇൻറ്റേർണൽ മാർക്ക്. അതേപോലെ അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്ക്, അതാണ് CIE മാർക്ക് എന്ന് പറയുന്നത്. ESE എന്ന് പറഞ്ഞാൽ എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷൻ, അതായത് നിങ്ങൾ ഫൈനലി 60 മാർക്കിനാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. ക്രെഡിറ്റ് 3 ആണ്. എക്സാം ഹവേഴ്സ് 2.5 മണിക്കൂറാണ്. ഓക്കെ, അപ്പോൾ ഈ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാഞ്ചിൻ്റേതായ സബ്ജക്റ്റുകളും പഠിക്കാനുണ്ടാവും, അല്ലാത്ത സബ്ജക്റ്റുകളും പഠിക്കാനുണ്ടാവും. അപ്പം നിങ്ങളുടെ ബ്രാഞ്ചിൻ്റേതായ നിങ്ങളുടെ സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് ക്രെഡിറ്റ് കൂടുതലാണ്. ക്രെഡിറ്റ് 3, 4 എന്നൊക്കെ പറഞ്ഞു വരും. ഇനി നിങ്ങൾ മറ്റുള്ള എൻജിനീയറിംഗ് ബ്രാഞ്ചസിൻ്റെ എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മെക്കാനിക്കലുകാരുടെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസുകാരുടെയോ ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിന് ക്രെഡിറ്റ് വാല്യൂ കുറവായിരിക്കും. ഇപ്പോൾ ക്രെഡിറ്റ് വാല്യൂ കുറയുന്തോറും നമുക്ക് നമ്മളുടെ CGPA ഗ്രേഡ് പോയിൻറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യില്ലേ, CGPA SGPA. അപ്പോൾ അങ്ങനത്തെ ഗ്രേഡ് പോയിൻറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ക്രെഡിറ്റ് വാല്യൂ കുറഞ്ഞതിന് ലോവർ വാല്യൂ ആണ് വരിക. അതായത് നിങ്ങളിപ്പം ഹയർ മാർക്ക് എടുത്താലും പേഴ്സൻറ്റേജിൽ കാര്യമായിട്ട് വ്യത്യാസം വരില്ല. പക്ഷേ ഇതിപ്പം നമുക്ക് നമ്മളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. 4-ൽ 4 ഹയസ്റ്റ് ക്രെഡിറ്റ്. ഇപ്പം 4-ൽ 3 ഇവിടെ ക്രെഡിറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, നമുക്കതൊന്ന് മനസ്സിലാക്കാം. 2.5 മണിക്കൂറാണ് പരീക്ഷ, നേരത്തെ പറഞ്ഞു. 2.5 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാനാണ് പണി. ഓക്കെ, അപ്പോൾ മറ്റു സബ്ജക്റ്റ് പോലെയല്ല, ഇതൊരു 100% പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. തിയറി ഇല്ല എന്നല്ല, തിയറി ഉണ്ട്. ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രോബ്ലംസുമാണ്. എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ ഇതിനകത്ത് ഈ പ്രീ റിക്വയർമെൻ്റ് ആയിട്ട് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് 3 അവർ സബ്ജക്റ്റിന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം പഠിക്കുന്ന സബ്ജക്റ്റാണ് കൺട്രോൾ സിസ്റ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള മാത്തമാറ്റിക്സ് ആണ് ഇതിൽ. അതായത് ഇപ്പോൾ നിങ്ങൾ സാധാരണ കണ്ടുവരുന്ന ഇൻ്റഗ്രേഷനോ ഡിഫറൻസിയേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കൂടുതൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആ രീതിയിലുള്ള കണക്കുകളാണ്. അതും നിങ്ങൾ പൊതുവെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് മാത്തമാറ്റിക്സ് ആയിരിക്കും. അതായത് ഇപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്നൊക്കെ പറയുന്നതൊക്കെ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, മറ്റേതെങ്കിലും സബ്ജക്റ്റുകളിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈസിയാണ്, ക്വൈറ്റ് ഈസിയാണ്. നമുക്ക് ഭയങ്കര നമ്മളെ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാനൊന്നുമില്ല. എല്ലാ പ്രോബ്ലം ചെയ്യേണ്ടതിന് ഒരു രീതിയുണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. ആ ഒരു മെത്തേഡ് അറിഞ്ഞു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെങ്കിലും ലാപ്ലാസ് ട്രാൻസ്ഫോമിന് അങ്ങനെ പീക്ക് ലെവൽ ട്രാൻസ്ഫോർമേഷൻ ഒന്നും പഠിക്കാനൊന്നുമില്ല. ഓക്കെ, പിന്നെ കുറേ ഗ്രാഫിക്കൽ അനാലിസിസ്, കുറേ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കുക. റൂട്ട് ലോക്കസ്, ബോർഡ് പ്ലോട്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്ലോട്ടുകളുണ്ട്. അതൊക്കെ ഭയങ്കര ഈസിയാണ്, ഈസിയാണ് ആക്ച്വലി. ഫുൾ മാർക്ക് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഈ സബ്ജക്റ്റിനോട് ഒരു പോസിറ്റീവ് അപ്രോച്ച് വേണമെന്ന് ഞാൻ പറയും. അതായത് ബേസിക്കലി ഇപ്പം നമുക്ക് മടുപ്പ് വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടമല്ലാതാവുന്നതിൻ്റെ കാരണം അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് കാരണം? സത്യം പറഞ്ഞാൽ നിങ്ങൾക്കത് എന്താണ് അതിൻ്റെ ബേസ് മനസ്സിലാവാത്തതുകൊണ്ടാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അതിൻ്റെ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും. ശരിയല്ലേ? രാവിലെ രാത്രിയൊക്കെ അടക്കം നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അപ്പം നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങളിൽ കൂടെ അങ്ങനെയാണ്. നിങ്ങളൊരു പ്രോസസ്സിൽ മാസ്റ്റേർഡ് ആണെങ്കിൽ അത് എപ്പോഴും ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബ്രെയിനിൽ വളരെ ഷാർപ്പായിട്ട് സേവ് ചെയ്ത് വയ്ക്കും. അപ്പം
ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇലക്ട്രോണിക് സർക്യൂട്ടൊക്കെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ സർക്യൂട്ട് എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും. നിങ്ങൾ വീട്ടിൽ കുറേ സർക്യൂട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അതിൻ്റെ പരീക്ഷേൻ്റെ തലേദിവസം കുത്തിയിരുന്ന് പഠിക്കേണ്ട അവസ്ഥയൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പഠിക്കേണ്ടത്. ഇതിൻ്റെ ബേസ് അടിസ്ഥാനം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ശരിക്കും നമുക്ക് സബ്ജക്റ്റ് ഇഷ്ടമല്ലാതാവുന്നതും നമ്മൾക്ക് മെമ്മറി ഓർമ്മ നിൽക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റുകൾ. ഇതൊക്കെ ശരിക്കും എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ്. പ്രത്യേകിച്ചും പ്രാക്ടിക്കൽ സൈഡ്. നമ്മളിപ്പോൾ പഠിക്കുന്ന എന്ത് സാധനമാണെങ്കിലും അതിനൊരു പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട് അല്ലേ? നമുക്ക് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇല്ലാത്തൊരു സംഭവം നമ്മൾ പഠിക്കുന്നേ ഇല്ല. അപ്പോൾ ഈ പ്രാക്ടിക്കൽ സൈഡും കൂടി മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ മിക്കവാറും എല്ലാവരും ആ രീതിയിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഈ സംഭവം എന്താണ് ശരിക്കും നിങ്ങൾ പുറത്ത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഈ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആണെങ്കിലും അതിന് മുമ്പുള്ള മാത്തമാറ്റിക്സ് ആണെങ്കിലും നിങ്ങൾ മെട്രിക്സിലൊക്കെ ട്രാൻസ്പോസ് എടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതിൽ ഇൻവേഴ്സ് എടുക്കുന്നതൊക്കെ. അപ്പോൾ അതിൽ നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്യാറുണ്ട്. ഈ ഒരു മാട്രിക്സ് നമ്മൾ എഴുതിയിട്ട് ആ മാട്രിക്സിലെ റോസും കോളംസും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാറുണ്ട്. നിങ്ങൾ ചെയ്തിട്ടില്ലേ? അതിനെന്താ പറയുക? ട്രാൻസ്പോസ് എടുക്കുക അല്ലേ? അപ്പം റോയിലുള്ള മുഴുവൻ നിങ്ങൾ കോളമായിട്ട് എഴുതും, കോളത്തിലുള്ളത് നമ്മൾ റോ ആയിട്ട് എഴുതും. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡും കാര്യങ്ങളും അതിൻ്റെ അപ്ലിക്കേഷനും നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മളത് കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. നേരെ മറിച്ച് നിങ്ങൾ ഒരു ഫോണ് എടുത്തിട്ട്, നിങ്ങൾ സെൽഫോൺ എടുത്തിട്ട് അതിൽ റൊട്ടേഷൻ അൺലോക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഫോൺ ഇങ്ങനെ തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻ തിരിഞ്ഞു വരുന്നുണ്ട്. ശരിയല്ലേ? നമ്മൾ സിനിമയൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ലാൻഡ്സ്കേപ്പിൽ വെച്ചിട്ടാണ് കാണുക അല്ലേ? വാട്സപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? പോർട്രേറ്റിലാണ് നമ്മൾ വാട്സപ്പും ഇൻസ്റ്റഗ്രാമൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സ്ക്രീൻ തിരിക്കുന്നത് ഈ ട്രാൻസ്പോസ് എടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു സ്ക്രീനിൽ നിങ്ങളൊരു ഫോട്ടോ കാണുകയാണ്, അത് പോർട്രേറ്റിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ പോർട്രേറ്റിൽ കാണുന്ന പിക്സൽസിനൊക്കെ, അതായത് റോയിൽ കാണുന്ന പിക്സൽസിനൊക്കെ നിങ്ങളൊരു കോളത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ആ ഫോട്ടോ മൊത്തത്തിൽ തിരിയും അല്ലേ? അത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. അപ്പോൾ അത് ഈ പഠിക്കുന്ന എന്ത് കാര്യമാണ്, ഇപ്പം ഞാൻ ഈ ഒരു സബ്ജക്റ്റ് മാത്രം വെച്ച് പറയുകയല്ല കേട്ടോ. ഏത് സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കാൻ പോയാലും അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളത് മടുത്ത് വെറുത്തിട്ട് പോകും, അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ കിടന്നുറങ്ങും. അതൊക്കെ പൊതുവെ നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങളിലേക്ക് എങ്ങനെ നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് ഒരു അധ്യാപകന് ഇപ്പോൾ നിങ്ങളെ കോളേജിലുള്ള സാറാണെങ്കിൽ കൂടി വളരെ ചുരുങ്ങിയ സമയം അവർക്ക് കിട്ടും. ഇപ്പം ഞങ്ങളൊക്കെ കോളേജിൽ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പം ലൈക്ക് വളരെ ചെറിയ സമയം കിട്ടുള്ളൂ. ഈ ഒരു മണിക്കൂർ കൊണ്ട് പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യം ചിലപ്പോൾ 10 മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അങ്ങനെയുണ്ട്. ഒരു മണിക്കൂർ കൊണ്ട് ഒരു ലെക്ചർ വന്ന് ഒരു 50 അല്ലെങ്കിൽ 55 മിനിറ്റ്സ് കൊണ്ട് അയാൾ എടുക്കുന്ന ഒരു പോർഷൻ അയാൾക്ക് 5 മണിക്കൂർ കൊടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് അയാൾ ചിലപ്പം എല്ലാം മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവിടെ സമയമില്ല. അപ്പം ഈ ശരിക്കും അപ്പോൾ ഈ മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റേണ്ട എഫേർട്ട് ഇടേണ്ടത് ആരാ? നിങ്ങളാണ്. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഇല്ലാത്തത്? ChatGPT ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, പഠിക്കാനുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഒരു കോളേജിൽ ലെക്ചർ വന്ന് ഒരു പീരീഡ് പഠിപ്പിച്ച് പോയാൽ അതൊന്നും എടുത്ത് അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ കുറേ മെഷീൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അതൊക്കെ നോക്കി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പൊതുവേ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫുള്ളി ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് നമ്മളുടെ എയറോസ്പേസിലാണ്. നാസ അല്ലെങ്കിൽ നമ്മളുടെ SpaceX തുടങ്ങിയ എന്താ പറയുക, ഭൂമിയിൽ നിന്ന് വിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പം മൂണിൽ ലാൻഡ് ചെയ്തു അല്ലെ, മൂണിന് ചുറ്റും പോയി വരികയൊക്കെ ചെയ്തു നമ്മൾ. അപ്പോൾ അതൊക്കെ പ്യുവർലി ഈ ഒരു സബ്ജക്റ്റ് ഇല്ലാതെ നമുക്ക് ആ കാര്യങ്ങളൊന്നും ഡിസൈൻ ചെയ്യാനേ പറ്റില്ല. അപ്പോൾ കൺട്രോൾ എഞ്ചിനീയറിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി ഒരു 100% കൺട്രോൾ എഞ്ചിനീയർഡ് ആയിട്ടുള്ള സാധനമാണ് നമ്മളെ ചന്ദ്രയാനൊക്കെ. ഓക്കെ, ചന്ദ്രയാൻ ഇപ്പോൾ ഗഗൻയാൻ വരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റിൻ്റെ എക്സ്റ്റൻഷൻസ് ആണ്, അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് സംഗതി എന്നുള്ള ഓരോ യൂണിറ്റ് വരുമ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളുടെ ശ്രദ്ധ 100% കൊടുത്ത് ക്ലാസ് കണ്ടാൽ മതി. ക്ലാസ്സുകൾ തുടരെ വരും. അതെടുത്ത് അട്ടിക്ക് ഇങ്ങനെ വെക്കരുത്. ഒരു ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി ഒരാഴ്ചയ്ക്കുള്ളിൽ കണ്ട് തീർക്കുക, നോട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ അതൊരു ശീലമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ക്ലാസ് ഇപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുള്ളൂ. നിങ്ങൾ ഒരിക്കലും ബോറടിപ്പിക്കില്ല. ഓക്കെ, അപ്പം അത് കാണാനുള്ളൊരു സമയം
ഒരു ദിവസം ഒരു 20 മിനിറ്റൊക്കെ മതി. അത്രയാണെങ്കിൽ കൂടി അത് ആ ഒരു സമയം കണ്ടെത്തി ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ ഇരുന്ന് കാണുക. നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ ക്ലാസ്സിൽ കേട്ടോ. അപ്പോൾ മാക്സിമം ഒരു പ്രാക്ടിക്കൽ സൈഡിൽ നമുക്ക് കൂടുതൽ സമയം എടുത്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സാധനം കണ്ടുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. അതിനിപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, പഠിപ്പിക്കും. ഓക്കെ, പിന്നെ നിങ്ങളും അതിന് പുറകെ കുറച്ച് ഇറങ്ങണം എന്ന് മാത്രം. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങളും കൂടി കുറച്ച് അതിൻ്റെ അടിയിലേക്ക് റിസർച്ച് ചെയ്താൽ കുറച്ചുകൂടി കാര്യം എളുപ്പമാണ്. യെസ്, ഇനി 40 മാർക്ക് ഇൻറ്റേർണൽ മാർക്ക് ഉള്ളത് അതിന് സ്പ്ലിറ്റപ്പ് ഉണ്ട്. ആ സ്പ്ലിറ്റപ്പ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഓൾറെഡി ഇതിലൂടെ വന്നതാണ്. 5 മാർക്ക് അറ്റൻഡൻസ്, 15 മാർക്ക് പ്രോജക്റ്റ്, ഇപ്പോൾ 2 സീരീസ് ടെസ്റ്റുകളാണ് പിന്നെ ഉള്ളത്. അത് സീരീസ് ടെസ്റ്റ് 1ഉം സീരീസ് ടെസ്റ്റ് 2നും 2ന് 10 മാർക്ക് വീതം, പ്രോജക്റ്റിന് 15 മാർക്ക്, അങ്ങനെയാണ് 40 മാർക്ക് വരുന്നത്. ഇത് കിട്ടാൻ ഒരു പണിയില്ല. ഇത് കിട്ടാൻ ബേസിക്കലി ഒരു പണിയില്ല. ഈ 2 ടെസ്റ്റുകൾ ചിലപ്പോൾ 30 മാർക്കിനോ 20 മാർക്കിനോ ഒക്കെ ആയിരിക്കും കോളേജിൽ നടത്തുന്നത്. എന്നിട്ട് അതിനെ 10 മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുക ചെയ്യാം. അപ്പോൾ അതും ഈ പരീക്ഷകളൊക്കെ നിങ്ങൾ കോളേജിൽ നടക്കുന്നതിന് മുമ്പേ ഇവിടെ ഇതിൻ്റെ പരീക്ഷകളൊക്കെ നടന്നിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതിന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ തരും. ഓരോ സീരീസ് എക്സാമിനേഷൻ വരെ നമ്മൾ തരും. ഓക്കെ, അപ്പോൾ അതൊന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിന്ന് തന്നാൽ മതി. പാസ്സാവുക എന്ന് പറയുന്ന ലക്ഷ്യം വെച്ച് ഇരിക്കരുത്. പാസ്സാവലൊക്കെ ഭയങ്കര എളുപ്പമാണ്. പാസ്സാവാൻ ഇപ്പോൾ ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, നമ്മളുടെ ലക്ഷ്യം അതൊന്നുമല്ല. നമ്മളുടെ ലക്ഷ്യം എന്താണ്? നമ്മളിത് കയറി ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം എത്ര ആൾക്കാർ ബിടെക് കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. കേരളത്തിൽ ബിടെക് കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികളുടെ എണ്ണം കേട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ബോധം പോകും. അവർക്കെല്ലാവർക്കും ജോലി ഉണ്ടോയെന്ന് വെച്ചാൽ ജോലി ഇല്ല. ജോലി ഇല്ലാത്തത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയും നമുക്ക് സ്കില്ല് കുറവായതുകൊണ്ടാണ്. ഓക്കെ, ഒരു ഇൻഡസ്ട്രിയിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടാനുള്ള ഒരു സ്കില്ലും നമ്മളിലുണ്ടെങ്കിലല്ലേ നമുക്ക് ആരെങ്കിലും ഒരു ജോലി തരുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്ര ലക്ഷം കുട്ടികൾ പഠിച്ച് പാസ്സായി വരുന്ന എത്ര കുട്ടികൾക്ക് അറിയാം ഒരു ബൾബും ബാറ്ററിയും കൊടുത്തു കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് കത്തിക്കാൻ? വളരെ പരിതാപകരമാണ് നമ്മളുടെ കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അഡ്മിഷൻസ് ഉണ്ടെങ്കിലും കുട്ടികൾ പുറത്തുണ്ടെങ്കിലും നമുക്ക് കേരളത്തിന് ആക്ച്വലി ആ ഒരു പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അല്ലെങ്കിൽ കമ്പനീസ് കുറച്ചുകൂടി സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അവർക്ക് വേണ്ടത്. അല്ലാതെ വലിയൊരു ഡെറിവേഷനോ 4-5 പേജുള്ള ഡെറിവേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാൻ വിചാരിച്ച് നോബഡി ഈസ് ഗോയിങ് ടു ഗിവ് യു എ ജോബ്. നിങ്ങൾക്കതിനെ നിങ്ങളെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഗുണം? അതാണ് അവർ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ടാവണം, അറിവിനപ്പുറത്ത് കഴിവുണ്ടാവണം. ഓക്കെ, അപ്പോൾ A+ഉം Bയും B+ ഒക്കെ വിട്ടിട്ട് നിങ്ങൾ നല്ലൊരു സ്കോർ എടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അത്രേ പറയുള്ളൂ, നല്ലൊരു സ്കോർ വാങ്ങിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള സ്കില്ല് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ ഷുവർ നിങ്ങളെ ഫ്യൂച്ചർ എന്താണ്, പിന്നെ സേഫാണ്. അല്ലാതെ ഇപ്പോൾ A+ മാത്രം നോക്കി ജോലി കൊടുക്കുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അപ്പോൾ കൂടുതലും സ്കിൽ ബേസ്ഡ് ആണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇൻറ്റേർണൽ ഇവാലുവേഷൻ്റെ സ്പെറ്റപ്പ്. ഇനി എൻ്റെ സെമസ്റ്റർ എക്സാമിനേഷൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ വഴിക്ക് വന്ന കുട്ടികളാണല്ലോ. അതായത് 8 ചോദ്യം ഉണ്ടാവുക. 8 ചോദ്യം പാർട്ട് ചെയ്യുന്നു, പിന്നെ 4 ചോദ്യം പാർട്ട് ബി എന്നാണ് ഉണ്ടാവുക. പാർട്ട് എ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻസർ ആണ്, അതിന് ചോയ്സ് ഓപ്ഷൻസ് ഒന്നുമില്ല. 8 ചോദ്യം നിങ്ങൾ ഉത്തരം പറഞ്ഞിരിക്കണം. ഓക്കെ, ആ 8 ചോദ്യങ്ങൾ വരുന്നത് 2 മൊഡ്യൂൾ 1 നിന്ന് വരും, 2 മൊഡ്യൂൾ 2 നിന്ന് വരും, 2 മൊഡ്യൂൾ 3, 2 മൊഡ്യൂൾ 4. അങ്ങനെ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ചോദ്യം വീതം 8 ചോദ്യം. 8 ചോദ്യം നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. 3 മാർക്കാണ് ഒരു ചോദ്യത്തിന്. 8 × 3 24. ആ 24 കിട്ടിയാൽ തന്നെ പാസ്സായി. ആ 24 കിട്ടാൻ ഒരു പണിയില്ല. ഓക്കെ, ഈ പാർട്ട് ബി എന്ന് പറഞ്ഞാൽ എസ്എ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ലോങ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു യൂണിറ്റിൽ നിന്ന് 2 ചോദ്യം ഉണ്ടാവുക, A or B. അതിൽ ഒരെണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് അതേപോലെ തന്നെ A or B, അതിൽ ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പം അങ്ങനെ മൊത്തം 8 ചോദ്യം കൂട്ടി ചോയ്സ് കൂട്ടി ഉണ്ടെങ്കിലും അതിനകത്ത് 4 എഴുതിയാൽ മതി. അതിൽ ഒരെണ്ണത്തിന് എത്ര മാർക്ക് വരും? 9 മാർക്ക് വരും. ഈ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 9 മാർക്കിൻ്റെ ഒരൊറ്റ ചോദ്യമൊന്നും ആയിരിക്കില്ല. പകരം അതിൽ 2-3 സ്പ്ലിറ്റപ്പുകൾ ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 6+3, അങ്ങനെ അത് 6 മാർക്കിൻ്റെ ഒരു ചോദ്യം, 3 മാർക്കിൻ്റെ ഒരു ചോദ്യം, അങ്ങനെയൊക്കെയാണ് ചോദിക്കാം. നിങ്ങൾക്കറിയാം, നിങ്ങളിതിൽ പരീക്ഷ കഴിഞ്ഞ് വന്ന ആൾക്കാരാണല്ലോ. യെസ്, ഫസ്റ്റ് ഇയർ കുട്ടികളാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് പറയാൻ വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ 60 മാർക്ക് എങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് ഞാൻ ഈ ഒരു സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്ന സാധനം സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കോഴ്സ് ഔട്ട്കം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നിങ്ങളെ ഒരു യൂണിറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് പ്രയോജനം, ഔട്ട്കം എന്താണ്, പ്രയോജനം എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കോഴ്സ് ഔട്ട്കം. ഇത് പൊതുവേ ടീച്ചേഴ്സിന് റെഫർ ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. യെസ്, അതിന് തന്നെ നമ്മൾ പല ലെവലിൽ തിരിച്ചിട്ടുണ്ട്. നിങ്ങളെ ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റൊക്കെ K1 K2 ആയിരിക്കും, അതായത് റിമെമ്പറിങ്ങും അതേപോലെ അണ്ടർസ്റ്റാൻഡിങ്ങും ആയിരിക്കും. ഇവിടെ ഒക്കെ K3 അല്ലെങ്കിൽ K2. ഇപ്പോൾ K3 എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ ലെവലാണ്. K3 വന്നാൽ തന്നെ സബ്ജക്റ്റ് പ്രോബ്ലമാറ്റിക് ആണെന്ന് മനസ്സിലാക്കാം. പ്രോബ്ലമാറ്റിക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുന്ന പ്രോബ്ലമാറ്റിക് എന്നല്ല, പ്രോബ്ലം ആയിരിക്കും ചോദിക്കുക. തിയറീനേക്കാളും കൂടുതൽ പ്രോബ്ലം ആയിരിക്കും ചെയ്തെടുക്കാനായിരിക്കും ഉണ്ടാവുക. സോ അപ്ലിക്കേഷൻ ലെവൽ കേട്ടോ, എല്ലാം K3 ആണ്. നമുക്കൊക്കെ K3, ആ ഒരു K2 ഉള്ളൂ. K2 എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. യെസ്, ഈ അപ്ലിക്കേഷൻ ലെവലിലും തിയറി പാർട്ടൊക്കെ വരും കേട്ടോ. അപ്പം ഒരു എന്താ പറയുക, 100% പ്രോബ്ലം ഒന്നല്ല. നിങ്ങളിപ്പം 100 മാർക്കിൻ്റെ എക്സാം നിങ്ങൾ എഴുതുന്നതെങ്കിൽ അതിനകത്ത് ഒരു 75% പ്രോബ്ലം, ബാക്കി 25% തിയറി ആയിരിക്കും ഉണ്ടാവുക. തിയറി മാത്രം പഠിച്ചു പോയാൽ പാസ്സാവുമെന്ന് വെച്ചാൽ നോ ഗ്യാരണ്ടി. വീണ്ടും ഞാൻ പറയാം, പാസ്സാവാനല്ലോ നമ്മളിവിടെ വന്നിരിക്കുന്നത്. പാസ്സാവാനൊക്കെ എളുപ്പമാണ്, നല്ല മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കും റെഫറൻസ് ബുക്കും അതൊക്കെ ഞാൻ നിങ്ങളെ സിലബസിൽ നിന്ന് എടുത്തിട്ടുള്ള തന്നെയാണ്. ഇതാണ് ടെക്സ്റ്റ് ബുക്കുകൾ. നഗ്രാത്ത് കൺട്രോൾ എഞ്ചിനീയറിംഗ്, ബെഞ്ചമിൻ ഗൂവൻ്റെ ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം, ഒഗാട്ടേൻ്റെ മോഡേൺ കൺട്രോൾ എഞ്ചിനീയറിംഗ്. ഇത് ആക്ച്വലി എല്ലാം അത്യാവശ്യം 4000 പേജ് വരുന്ന, 2000 പേജ് മിനിമം വരുന്ന ടെക്സ്റ്റ് ബുക്കുകളാണ്. ഇത് എല്ലാം എന്താ പറയുക, ലൈക്ക് ഈ ബുക്കുകളൊക്കെ നിങ്ങൾ വാങ്ങിച്ച് കയ്യിൽ വെക്കണമെന്നൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്കറിയാം ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് ഒക്കെ നിങ്ങൾ കഴിഞ്ഞ സെക്കൻഡ് ഇയറിലൊക്കെ പഠിച്ചതാണ്. ഇതാണ് തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ. ഈ ഗോപാലൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരുന്ന ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ലൈബ്രറിയിലുണ്ടോ, കോളേജ് ലൈബ്രറിയിലുണ്ടോ എന്നൊന്ന് പോയി നോക്കി ഉണ്ടെങ്കിൽ ഒന്ന് ടിക്കറ്റ് വയ്ക്കാം. ഓക്കെ, എല്ലാം ഒരുമിച്ച് എടുത്ത് നിങ്ങൾ റൂമിലോ ഹോസ്റ്റലിലോ ഒന്നും കൊണ്ടുവയ്ക്കുകയൊന്നും വേണ്ട. അത് സമയത്ത് ഞാൻ പറയാം, റെഫറൻസ് എടുക്കുന്ന സമയത്ത് പറയാം. നിങ്ങളെ കയ്യിൽ ഏതൊക്കെ ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്താം. ഇനിയിപ്പം ഇതൊക്കെ ഓൺലൈനിലുണ്ടോയെന്നും കൂടി ചെക്ക് ചെയ്യാം. ഇതിൻ്റെയൊക്കെ PDF ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒഗാട്ടയും അതേപോലെ തന്നെ നഗ്രാത്തൊക്കെ ലൈക്ക് ഇതിൻ്റെയൊക്കെ PDF വേർഷൻസ് ഗൂഗിളിൽ തപ്പിയാൽ നമുക്ക് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ആമസോൺ ബുക്കിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാം. ചെറിയ പൈസയുള്ളൂ, 200-300 രൂപയ്ക്കൊക്കെ ഇത് കിട്ടും. അപ്പോൾ ഇതാണ് ബുക്കിൻ്റെ കാര്യം. ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ബുക്കില്ലാതെ പഠിക്കാൻ പറ്റില്ല. ക്ലാസ് നോട്ട് വെച്ചിട്ടൊന്നും പഠിക്കാൻ പറ്റിയ സബ്ജക്റ്റ് ഒന്നുമല്ല. ടെക്സ്റ്റ് ബുക്ക് എന്തായാലും ഇതിന് വേണം. ഒരുപാട് പ്രോബ്ലത്തിൻ്റെ എക്സാമ്പിളുകൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ മിസ്സിങ് ആയിരിക്കും, നിങ്ങൾ എങ്ങനെ നോട്ട് എഴുതിയാലും. അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് റെഫറൻസ് ബുക്സ്. ഞാൻ നമ്മളെ മൊഡ്യൂളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ള സംഗതി എന്താണെന്നുള്ളത്, ഇപ്പോൾ ഇത് നിങ്ങളെ സിലബസാണ്. ഇതിപ്പോൾ ഞാനിവിടെ വായിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാകുമ്പോഴില്ല. അപ്പോൾ എന്താണ് സംഗതി എന്ന് പറയാം. മൊഡ്യൂൾ 1 എന്താണ്? മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്താണെന്നാണ് പഠിക്കാനുള്ളത്. അതേപോലെ ട്രാൻസ്ഫർ ഫംഗ്ഷനും ബ്ലോക്ക് റിഡക്ഷൻ ടെക്നിക്കുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിൽ ഇത് എന്താ സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എന്താണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്? 2 തരത്തിലുള്ള മോഡലിംഗ് ഉണ്ട്. ഫിസിക്കൽ മോഡലിംഗ് ഉണ്ട്, മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഉണ്ട്. ബേസിക്കലി ഇപ്പോൾ എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു കാർ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചോ, ഒരു കാറ്. അപ്പോൾ ആ ഒരു കാറിന് ഒരു സ്പെക്ക് ഉണ്ടാവില്ലേ നമുക്ക്, ലൈക്ക് ഓക്കെ അതിന് ഇത്ര മൈലേജ് വേണം, ഇത്ര പവർ വേണം, ഓക്കെ ഇത്ര ടോർക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മളെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മളൊരു കാറ് ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയ കാറിനാണ് നമ്മൾ ഫിസിക്കൽ മോഡൽ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കിയത് ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സാധനമായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങൾ വിചാരിച്ച വെയിറ്റ് ആയിരിക്കില്ല ആ വണ്ടിക്ക്. ഉണ്ടാക്കി വരുമ്പോൾ ഇതൊക്കെ മാറും. അത് നിങ്ങൾക്കറിയാം, ഡിസൈൻ ചെയ്തങ്ങ് എത്തുമ്പോഴേക്കും നമ്മൾ വിചാരിച്ച പോലെ ഒരു പ്രൊഡക്റ്റ് അല്ല ഉണ്ടായി വരിക. അപ്പം നോക്കുക, ഇത് ഈ ലക്ഷങ്ങൾ വിലയുള്ള ഒരു സാധനം ഇതേപോലെ ഉണ്ടാക്കി നോക്കി ട്രയൽ എടുത്ത് ശരിയാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീമമായ നഷ്ടമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു എയർക്രാഫ്റ്റ്, ഇപ്പോൾ ബോയിങ് എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ എയർബസ് എന്ന് പറയുന്ന കമ്പനി പുതിയൊരു എയർക്രാഫ്റ്റിൻ്റെ ഒരു ഡിസൈൻ കൊണ്ടുവന്നു. ഓക്കെ, പുതിയൊരു ഡിസൈൻ. അപ്പോൾ അതിൻ്റെ സാധാരണ കൺവെൻഷനലി നമ്മൾ കാണുന്നതിനേക്കാൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അതിൻ്റെ വിങ്സ് ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് വിചാരിച്ചു. ഈ ഡിഫറെൻ്റ് ആയ സാധനം ഇത്ര ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇറക്കി ഈ സാധനം മാനുഫാക്ചർ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് ഇതൊന്ന് പറത്തി നോക്കി ടെസ്റ്റ് ചെയ്ത് വീണ്ടും അതിനെ മോഡിഫൈ ചെയ്ത് ലൈക്ക് ആ ഒരു മെത്തേഡൊക്കെ ഭയങ്കര എന്താ പറയുക
ശരിക്കും മണ്ടത്തരമാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മൾ ആക്ച്വലി ഇത്രയും ഡോളേഴ്സ് ഉപയോഗിച്ച് നമ്മളൊരു വണ്ടി, ഒരു കാർ അല്ലെങ്കിൽ ഒരു വിമാനം നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അത് പറത്തി നോക്കി ടെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണല്ലേ. ഒരു സൈക്കിളൊക്കെ ആണെങ്കിൽ പിന്നെ ഓക്കെ, അവർ ഓടിച്ച് നോക്കി ടെസ്റ്റ് ചെയ്യാം, പോട്ടെ. ഒരു കാറാണെങ്കിൽ നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് അത് മറിയോ തിരിയോ, ഇത്ര സ്പീഡിൽ കർവ് എടുത്താൽ മറിയോ എന്നൊക്കെ നമുക്ക് എന്താ പറയുക, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു വിമാനം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ? പോയാൽ പോയി, അല്ല എയർക്രാഫ്റ്റ് ഫുള്ള് ക്രാഷായി പോകും, അത്രയും പൈസ നഷ്ടം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇറക്കുന്ന സാധനം തന്നെ 100% ഫുൾ പ്രൂഫ് ആയിരിക്കണം. 100% വർക്ക് ചെയ്യുന്ന നിങ്ങൾ വിചാരിച്ച സാധനമായിരിക്കണം നിങ്ങൾ ആദ്യം തന്നെ ഉണ്ടാക്കേണ്ടത്. അതിനാണ് നമ്മൾ ഈ മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ മോഡലിംഗ്. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാത്തമാറ്റിക്കലി ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടുപിടിക്കും, ഒരു പ്രത്യേക യൂണിറ്റിന്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വണ്ടികളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമായിരിക്കുമല്ലോ. അപ്പം ഞാനിപ്പോൾ ഒരു പോർഷെ എന്ന് പറയുന്ന കമ്പനിയിലൊരു എഞ്ചിനീയർ ആണെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ പോർഷേന് ഇപ്പോൾ 911 ടർബോ പുതിയൊരു എൻജിൻ ഞാൻ ഉണ്ടാക്കാൻ പോകും. അപ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ എൻജിൻ പുതിയൊരു കൺസെപ്റ്റിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഉണ്ടാക്കാൻ പോകുമ്പം ഞാൻ ആക്ച്വലി ആ എൻജിൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിൻ്റെ മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കും. അത് ചിലപ്പോൾ ഞാൻ എഴുതുക ഇങ്ങനെയായിരിക്കും: S+2 ഡിവൈഡ് ബൈ A² പ്ലസ് 4S പ്ലസ് 13. ഇതൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. പക്ഷേ ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ്റെ ഉള്ളിൽ ഒരുപാട് എൻജിൻ്റെ പാരാമീറ്റേഴ്സ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. അതായത് ഇതിലെ ഉള്ള ഓരോ വാല്യൂസും ഈ രണ്ടിനും ഒരു പ്രസക്തി ഉണ്ട്. ഈ 4 ഇവിടെ വന്നതിനൊരു കാരണമുണ്ട്, ഈ 13 ഇവിടെ വന്നതുകൊണ്ട് ഒരു കാരണമുണ്ട്. അപ്പോൾ ആ ഒരു എൻജിൻ്റെ സ്ട്രോക്ക് ലെങ്ത്തും ബോർ ലെങ്ത്തും അതിൻ്റെ ടോർക്കും പിസ്റ്റൻ്റെ ലെങ്ത്തും അതിനകത്ത് ഉപയോഗിക്കുന്ന റിങ്സിൻ്റെ ഡയമീറ്ററും വരെ ഇതിനകത്ത് ഈ ഒരു സാധനം വെച്ച് എനിക്ക് എന്ത് ചെയ്യാം, എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം സ്റ്റേബിൾ ആണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഈ ഒരു എൻജിൻ സ്റ്റേബിൾ അല്ല എന്ന് വിചാരിച്ചാൽ, നോട്ട് പെർഫെക്റ്റ് ആണ്, എന്തോ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ 2നെ മാറ്റി നമുക്ക് 3 ആക്കാം, ഈ 4നെ മാറ്റി 2 ആക്കാം. അങ്ങനെ ഈ മാത്തമാറ്റിക്കലായിട്ട് ഇതിനെ ഒന്ന് ട്യൂൺ ചെയ്ത് ഇത് ആക്ച്വലി പുറത്തിറങ്ങുമ്പം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കണക്ക് വഴി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ എയർക്രാഫ്റ്റ് പറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെങ്ങനെ പറക്കും എന്നുള്ള കാര്യം നമുക്ക് കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതിനാണ് നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് പറയുന്നത്. ഇതേപോലെ കുഞ്ഞ് ഇക്വേഷൻ ഒന്നുമില്ല, വലിയ ഇക്വേഷൻ ആയിരിക്കും കേട്ടോ, വളരെ ലാർജ് 3rd ഓർഡർ 4th ഓർഡർ ഇക്വേഷനൊക്കെ ആയിരിക്കും. എന്നാലും അത് ട്യൂൺ ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പോൾ നേരത്തെ കാർ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ കാറിന് മൈലേജ് എന്ന് പറയുന്ന ഒരു എഫക്റ്റീവായ കാരണം അല്ലേ. അപ്പോൾ നമ്മൾ മൈലേജിൻ്റെ ഒരു ഇക്വേഷൻ ഏതെങ്കിൽ മേ ബി ഇത് ടയറിൻ്റെ സൈസ് ആയിരിക്കും, ഇത് എഞ്ചിൻ്റെ പവർ ആയിരിക്കും. അങ്ങനെ അതായത് അതിൻ്റെ എയറോഡൈനാമിക്സ്, ഡ്രാഗ് കോഎഫിഷ്യൻ്റ്, ഇതൊക്കെ ഓരോ നമ്പേഴ്സും ഓരോ കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, ഫണ്ടമെൻ്റലി ഞാൻ പറയുന്നതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിപ്പോൾ ഇതിങ്ങനെ ഫ്ലാറ്റായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു മൈലേജ് കിട്ടിയില്ല, ഇപ്പോൾ 20 നമ്മൾ ഉദ്ദേശിക്കുന്ന മൈലേജ് എങ്കിൽ 20 ആദ്യം മാത്തമാറ്റിക്കലി കിട്ടിയില്ലെങ്കിൽ ഇതിൽ ഏത് സാധനം അഡ്ജസ്റ്റ് ചെയ്താൽ ഇതിന് 20ലേക്ക് എത്തിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ടയറിൻ്റെ വീതി കുറച്ച് കൂടിപ്പോയി, ബോഡീൻ്റെ വെയിറ്റ് കുറച്ച് കൂടിപ്പോയി, ഡ്രാഗ് കോഎഫിഷ്യൻ്റ് കുറച്ചുകൂടി കുറയ്ക്കണം. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാത്തമാറ്റിക്കലി ഇവിടെ ചെയ്താൽ മതി. എന്നിട്ട് ഈ മാത്തമാറ്റിക്കലി നമുക്ക് 20 മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിലെ ഓരോ സാധനവും സ്റ്റീലും അലുമിനിയം ഒക്കെ വെച്ച് എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ആ ഒരു ഔട്ട്പുട്ട് ഏകദേശം അടുത്ത് വരും. അപ്പോൾ ഇതാണ് സംഗതി, മനസ്സിലായല്ലോ? ഇതാണ് ഫസ്റ്റ് യൂണിറ്റിലെ സംഗതി. അപ്പോൾ ഇതിൽ ബ്ലോക്ക് ഡയറി റിഡക്ഷൻ എന്ന് പറയുന്ന സംഭവം മോഡലിംഗ് വരുമ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 100% എങ്ങനെയാണ് ഒരു വണ്ടി ഡിസൈൻ ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് ക്ലാസ്സിൽ പറയാൻ പറ്റില്ല. ഇറ്റ് നീഡ് ലോഡ് ഓഫ് ടൈം. 1 മാസം സമയം വേണ്ടി വരും. ഈ ഒരു സെക്ഷൻ മാത്രം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. അല്ലെങ്കിൽ ഈ ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സംഗതി എന്നുള്ളത് പറഞ്ഞ് മനസ്സിലായിപ്പിക്കാൻ ഒരുപാട് സമയം വേണം. ഓക്കെ, എന്നാലും ഞാനത് എന്താണെന്നുള്ളത് എന്തായാലും പറഞ്ഞ് ടച്ച് ചെയ്തേ പോകുള്ളൂ. നമുക്ക് സമയം അനുവദിക്കുന്ന മാക്സിമം രീതിയിൽ നമ്മൾ പ്രാക്ടിക്കൽ സൈഡിലേക്ക് കയറും, ഉറപ്പായിട്ടും കയറും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാവുകയില്ല. അപ്പോൾ അതാ സമയം വരുമ്പോൾ അത് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ബാക്കി ഞാൻ 30% പറഞ്ഞെങ്കിൽ ബാക്കി 70% ആപ്ലിക്കേഷൻ നിങ്ങൾ പിടിക്കണം.
ഓക്കെ, അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാണ് ഒരു കോളേജ് സ്റ്റുഡൻറ്റ് ഒരു സ്കൂൾ കുട്ടിയും തമ്മിൽ വ്യത്യാസം. ഒരു കോളേജ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ റിസർച്ച് സ്കോളറാണ് അല്ലേ. സ്കൂൾ കുട്ടീനെ നിർബന്ധമായിട്ട് സ്കൂളിൽ കൊണ്ടുപോയി ഇരുത്തി ടീച്ചേഴ്സ് പഠിപ്പിച്ച് പരീക്ഷ എഴുതിപ്പിച്ച് കുട്ടപ്പനാക്കി പുറത്ത് വിടുകയാണ്. നിങ്ങളങ്ങനെയല്ല. നിങ്ങളൊരു സാധനം പഠിക്കാൻ വേണ്ടി ഒരു സ്ഥാപനത്തിലേക്ക് വന്നിരിക്കുക അല്ലേ, നിങ്ങളാണ് പഠിക്കാൻ വേണ്ടി വന്നത്. അപ്പം അത് കോളേജിലുള്ള ടീച്ചേഴ്സ് എന്ത് പറയുന്നത് എന്താണെങ്കിലും യു ഡോണ്ട് റിയലി നീഡ് ടു കെയർ അബൌട്ട് ദാറ്റ്. അത് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നില്ല, ഇറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ്. നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ എല്ലാ സോഴ്സും ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിക്കുക. ഓക്കെ, നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഒരു അഡ്മിഷൻ നമ്പർ ഒരു കോളേജിലൊരു സീറ്റും വേണം. അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. എഫേർട്ട് ഫുൾ എവിടെയാണ്? നമ്മൾ എന്ത് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മളെ നോളജ് ഇരിക്കുന്നത്. നമ്മളെ നോളജിനനുസരിച്ചാണ് നമ്മളെ ജോലി അല്ലെങ്കിൽ നമ്മളെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. അല്ലാതെ നമുക്ക് എത്ര A+ കിട്ടി എന്നുള്ളതിനനുസരിച്ചല്ല നമ്മളെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. യെസ്, അപ്പം പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ സംഗതി ഡാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാത്തമാറ്റിക്കലി നമ്മളിത് പഠിക്കുമ്പോൾ മാത്സാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഈ മാത്സിനെ എങ്ങനെ റിയൽ ആയിട്ടുള്ളതിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾ എത്രമാത്രം നിങ്ങൾ അതിന് പുറകെ പോകുന്നു അത്രയും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, സംഗതി മനസ്സിലായോ? ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഓക്കെ, സംഭവം ക്ലിയർ ആയിട്ട് തന്നെ പഠിപ്പിച്ചു തരാം. നിങ്ങളെ എഫേർട്ടും കൂടി വേണം. അപ്പോൾ അതാണ് നമ്മളുടെ മൊഡ്യൂൾ 1. എനിക്കിപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞാലേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. ബാക്കി നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്തോട്ട് കയറാൻ പോവാണല്ലോ. ഇനി അതേപോലെ തന്നെ മൊഡ്യൂൾ 2 ഉണ്ട്. മൊഡ്യൂൾ 2 നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽസിനെ പറ്റിയാണ്. അതായത് ചില സിഗ്നലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടി ആവശ്യം വരും. ഇപ്പോൾ ഉദാഹരണം നിങ്ങളൊരു LED ബൾബ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഒരു LED ബൾബ് നമ്മൾ ഉണ്ടാക്കുകയാണ്. ഈ LED ബൾബ് എന്ന് പറയുന്ന സാധനം ഞാനൊരു ഫാക്ടറി തുടങ്ങി ഞാനിതൊരു 1000 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനിത് വിൽക്കുന്നതിന് മുമ്പ് ഈ സാധനം ക്വാളിറ്റി ഉള്ളതാണോ അല്ലയോ എന്നുള്ളത് ഞാൻ ടെസ്റ്റ് ചെയ്യണം അല്ലേ. അല്ലാതെ ബ്ലൈൻഡായിട്ട് വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ക്വാളിറ്റി പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ കമ്പനി കൂട്ടിപ്പോകും. അപ്പം ഞാനിതെങ്ങനെ ടെസ്റ്റ് ചെയ്യും? ഞാൻ ഇതിനകത്തേക്ക് പലതരത്തിലുള്ള ടെസ്റ്റ് സിഗ്നൽസ് കൊടുക്കും. അപ്പം ഇതാണ് ഒരു ടെസ്റ്റ് സിഗ്നൽ. ഇങ്ങനെ വരച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിന് നമ്മളൊരു ടൈം വേഴ്സസ് വോൾട്ടേജ് പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സമയം മുമ്പോട്ട് പോകുന്തോറും വോൾട്ടേജ് കൂടി വരുന്നു. അങ്ങനെ ഒരു പ്രത്യേക വോൾട്ടേജ് എത്തിയപ്പോൾ ഒരു ഒറ്റയടിക്ക് വോൾട്ടേജ് താഴേക്ക് കുറഞ്ഞു. അപ്പോൾ ഒരു ബൾബ് എങ്ങനെ കത്തും? ബൾബ് ഇങ്ങനെ പതിയെ കത്തി വരും, എന്നിട്ട് ഒറ്റയടിക്ക് ഓഫ് ആവും. പിന്നെ പതിയെ കത്തി വരും, ഒറ്റയടിക്ക് ഓഫ് ആവും. അപ്പോൾ ഇതൊരു ടെസ്റ്റ് സിഗ്നലാണ്. ഇതിനാണ് നമ്മൾ റാമ്പ് സിഗ്നൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോ ടൂത്ത് വേവ് ഫോം എന്ന് പറയുന്നത്. അതേപോലെ സ്ക്വയർ വേവ് ഫോം ഉണ്ട്. ഓണാക്കി ഓഫാക്കി ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ദിവസങ്ങളോളം ഈ LED ബൾബിനെ ഈ ഇൻപുട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പ്രവർത്തിപ്പിക്കും. ഈ ഓരോ ഇൻപുട്ട് കൊടുക്കുമ്പോഴും ഇയാൾ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെയിലിങ്ങിലേക്ക് വിടാം. അപ്പോൾ അതൊക്കെയാണ് സംഭവം. പിന്നെ ബേസിക്കലി ഈ കാര്യങ്ങളൊക്കെയാണ് മൊഡ്യൂൾ 2 പഠിക്കാനുള്ളത്. ഇനി മൊഡ്യൂൾ 3 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ലോക്കസ് സ്റ്റെബിലിറ്റി ടെസ്റ്റുകളാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കിയ സിസ്റ്റം സ്റ്റേബിൾ ആണോ അല്ലയോ, കൊളാപ്സ് ആവോ ഇല്ലയോ, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞ് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ ഒരു ഡോക്ടർ ഇപ്പം നമ്മൾ ബ്ലഡ് എടുത്തിട്ട് നമുക്ക് എന്താ പറയുക ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവർ ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് കണ്ടുപിടിക്കുന്നില്ലേ? അതേപോലെ നമ്മൾ ഈ മാത്തമാറ്റിക്കൽ സാധനം എടുത്ത് ഒരു ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് പ്രശ്നം എന്നുള്ളത്. അത്രയേ ഉള്ളൂ. ഓക്കെ, സ്റ്റേബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സ്റ്റേബിൾ ആണോ അല്ലയോ എന്നുള്ളത്, സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാലോ. അതായത് ഡിഫൈൻഡ് ആയിട്ടുള്ള ആ ഒരു പെർഫോമൻസ് മുമ്പോട്ട് ഏത് സാഹചര്യത്തിലും മാറാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതിനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ PPID ടെസ്റ്റുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. PPID കൺട്രോളേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഇപ്പം നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഫ്റ്റിൽ കയറി നമ്മൾ ഏത് നിലയിലേക്കാണ് പോകേണ്ടത് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ലിഫ്റ്റ് പതിയെ അല്ലേ, നമ്മൾ അറിയുക പോലുമില്ല ആ ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും അത് എൻഡ് ചെയ്യുന്നതൊക്കെ. ചില ലിഫ്റ്റുകളാണെങ്കിൽ നമ്മൾ അറിയുകയില്ല. നല്ല PID കൺട്രോളേഴ്സ് ഉള്ള ലിഫ്റ്റുകളാണെങ്കിൽ ആ ലിഫ്റ്റ് ഒരു ഫ്ലോറിലെത്തി നിൽക്കുന്നതൊന്നും നമുക്ക് അറിയാൻ പോലും പറ്റില്ല. ഡോറ് തുറക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് ആക്ച്വലി എന്താ, ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്മൂത്തായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ. ഇപ്പോൾ ഒരു ഡ്രോൺ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഇതിനകത്തൊക്കെ PID കൺട്രോളേഴ്സ് ആണത്. ഓക്കെ, അപ്പോൾ PID കൺട്രോൾ വഴി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്മൂത്താക്കി എടുക്കാൻ വേണ്ടി പറ്റും. അത്രയും ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. അതിൽ കൂടുതൽ കാര്യങ്ങൾ ലൈക്ക് നമുക്ക് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതേപോലെ തന്നെയാണ് ഈ ബോർഡ് പ്ലോട്ടും കാര്യങ്ങളൊക്കെ. താഴെ ബോർഡ് പ്ലോട്ട്,
അതേപോലെ റൂട്ട് ലോക്കസ്, ഇതൊക്കെ പ്ലോട്ടുകളാണ്. അപ്പോൾ ഈ പ്ലോട്ടുകൾ വരയ്ക്കുന്നത് വഴി അതിൻ്റെ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഇനി ഇതിൽ ഏറ്റവും എളുപ്പമുള്ള മൊഡ്യൂളാണ് ഈ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. ഭയങ്കര എളുപ്പം. ഇതിനകത്ത് സ്റ്റേറ്റ് വേരിയബിൾ റെപ്രസെൻറ്റേഷൻസ് ആണ്. പിന്നെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്, ലൈക്ക് ഒബ്സർവബിലിറ്റി, കൺട്രോളബിലിറ്റി, പിന്നെ കൽമാൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടെസ്റ്റുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് ശരിക്കും നിങ്ങളുടെ മെട്രിക്സ് ആണ്. നിങ്ങൾ പ്ലസ് 2 മെട്രിക്സ് പഠിച്ചിട്ടില്ലേ? പ്ലസ് 2 ഇപ്പോൾ ബിടെക്കിന് തന്നെ ഫസ്റ്റ് ഇയറിൽ എനിക്ക് വന്ന് മാത്തമാറ്റിക്സിൽ പഠിക്കാനുണ്ട്. അതേ മെട്രിക്സ് തന്നെ, പക്ഷെ നമ്മളിവിടെ പഠിക്കുമ്പോൾ നമ്മൾ അതിനൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ പഠിക്കും. ആപ്ലിക്കേഷൻ വെച്ചിട്ടേ നിങ്ങളെ പഠിപ്പിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം 4th മൊഡ്യൂൾ ഭയങ്കര എളുപ്പമാണ്. 4th മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഏത് ചോദ്യവും 100% നമുക്ക് മാർക്ക് കിട്ടും. ബാക്കിയുള്ളവർക്ക് പിന്നെ കുറച്ചെങ്കിലും ഒരു ഐഡിയയും നോളജും വേണമെന്നുണ്ടെങ്കിൽ 4th മൊഡ്യൂളിൽ നിന്നൊന്നും വേണ്ട. ഒരു ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റിലെ ചോദ്യം വരും, ആ ഫോർമാറ്റിലെ ആൻസർ കണ്ടുപിടിക്കും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് കൺട്രോൾ സിസ്റ്റം. നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനൊന്നും പോകണ്ട. നിങ്ങളെ ചേട്ടന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ എൻജിനീയറിംഗ് പഠിച്ച് ഇറങ്ങിയ കുട്ടികളുടെ അടുത്തൊന്നും ഈ സബ്ജക്റ്റ് എങ്ങനെയാണ് ഒന്നും ആരോടും ചോദിക്കാൻ പോകണ്ട. ഓക്കെ, ഒന്നും ചോദിക്കരുത്. നമ്മളിത് എടുത്ത് ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ട് നമ്മളങ്ങനെ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. നമുക്ക് വേറൊരാളുടെ അഭിപ്രായം ചോദിച്ചിട്ട് അത് വെച്ച് നമുക്കിതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പലരും ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഭയങ്കര അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കും. ശരിയല്ലേ? ഒരു ബൈക്ക് വാങ്ങാം, ഒരു 10 യൂട്യൂബ് വീഡിയോ കയറി നോക്കി, അല്ലെങ്കിൽ ഇത്ര ആളോട് ചോദിച്ചു. ഓരോ ആൾക്കാരും അവരവരുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, അല്ലേ? അത് വെച്ച് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം. എന്നാലും നമ്മളുടെ കാര്യം ഈസ് ഡിഫറെൻറ്റ്, അല്ലേ? നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്കാർ വേറെയാണ്, ടീച്ചേഴ്സ് വേറെയാണ്, നമ്മൾ പഠിക്കുന്ന മെത്തേഡ് വേറെയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഇതിൻ്റെ പുറകെ പോകണ്ട. ഓക്കെ, നമുക്കിത് സ്ട്രേറ്റ് അവേ തുടങ്ങാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഫീൽ ചെയ്യുന്നതൊക്കെ നോക്കാം. ഓക്കെ, യെസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ വീഡിയോസ് പെട്ടെന്ന് വരും. അക്യുമുലേറ്റ് ചെയ്ത് വെക്കരുത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് എന്ത് ചെയ്ത് വെക്കണം, പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. ഒരാഴ്ചയിൽ വന്ന വീഡിയോസ് ആ ആഴ്ച തന്നെ കണ്ടു തീർക്കുക. ഓക്കെ, സമയം കിട്ടുമ്പോഴൊക്കെ കാണാം. യെസ്, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ബാക്കി നമുക്ക് ക്ലാസ് 1 തൊട്ട് അടുത്ത ക്ലാസ് തൊട്ട്, ലൈക്ക് അടുത്ത വീഡിയോ തൊട്ട് മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യും. അത്തരം കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത് കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.